ഇന്നും ദോശയാണോ? ഇത്തിരി ഉഴുന്നു അരി മിച്ചം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ച റേഷൻ കടയിലൊന്ന് പോകണം. ഓണം പ്രമാണിച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാ കുടുംബശ്രീക്കാർ പറഞ്ഞേ. നീ ആ ചന്ദ്രൻപിള്ളയുടെ ചിട്ടിപ്പൈസ കൊടുത്തായിരുന്നോ? ഇല്ലമ്മേ, ഞാൻ പോരുമ്പോൾ ഷോപ്പിൽ ജോസേട്ടൻ ഇല്ലായിരുന്നു. പുള്ളിക്കാരന് നല്ല ടൈറ്റില്ല, അതുകൊണ്ട് ശമ്പളം ചോദിക്കാനും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ? അമ്മ ടെൻഷൻ അടിക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ ശമ്പളം കിട്ടും. എനിക്ക് ഇറങ്ങാറായി, ഞാൻ റെഡിയാകട്ടെ. നാളെ മുതൽ പാലിൽ ഇത്രയും വെള്ളം ചേർക്കലെന്ന് അമ്മയോട് പറയണം. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ എന്നിട്ട് ക്ലബിലേക്കൊന്നും കണ്ടില്ലല്ലോ. ഓണക്കാലം അല്ലേടാ, കടയിലെ തിരക്കൊക്കെ നിനക്കറിയാലോ. എന്താ ഈ ഓണാഘോഷ പരിപാടികളൊക്കെ? എന്താവാൻ, സാമ്പത്തിക മാന്ദ്യമല്ലേ ഉള്ളതുകൊണ്ട് ഓണം. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. ഇത്തിരി പൈസ മറിക്കാൻ കാണൂ. എന്താടാ ഇത്ര അത്യാവശ്യം? അതൊക്കെ പറയാം, ഒരു 3 മറിക്കാൻ കാണൂ. എടാ ദേ ബസ് വന്നു, ഞാനൊന്ന് നോക്കട്ടെ. നീ ഒരു 2 ദിവസത്തെ സമയം താ. നോക്കടാ. ഹലോ, എന്റെ സുലൈമാനെ, വില അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. നീ ആ സ്ഥലം ഒന്ന് പെട്ടെന്ന് കച്ചവടമാക്കിത്താ. ആ അതെന്നേ. എന്റെ ജോസപ്പേ, താനൊന്ന് അടങ്ങ്. കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലാ ഞാൻ. ആ നമ്മുടെ ആ പ്ലോട്ടില്ലേ, അത് ഇന്നോ നാളെയോ കച്ചവടമാകും. എല്ലാം ശരിയാക്കാൻ നിർത്തേനും. ആ ഒടിയോ പ്ലോട്ടിലോ? അപ്പം നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നേ? എടോ, ഗാന്ധി അങ്ങ് ചെന്നപ്പം അവൻ നിറം നോക്കാതെ കൊഴിയഴിച്ച് മാറ്റി. മനസ്സിലായോ? ആ എടോ ജോസപ്പേ, എന്നെ ആ സ്ഥലത്തിന്റെ ആളാണെന്ന് തോന്നുന്നു. ഒരു പാർട്ടി വിളിക്കുന്നുണ്ടേ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ആ സുലൈമാനെ, എന്തായി കാര്യങ്ങള്? അപ്പൊ നടക്കത്തില്ലേ? ഈ ഡയലറ്റും കോപ്പി ചെയ്യാനായി നിങ്ങൾ 2 അമർത്തൂ. 2 മോളെ. ഇപ്പം നിന്നെ എന്റെ കൈ കിട്ടിയാൽ നിന്നെ മൊത്തത്തിൽ ഞാനൊന്ന് അമർത്തിയന്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ. ഹലോ, നിങ്ങൾ പറഞ്ഞ വിലക്ക് നടക്കൂല കേട്ടോ. എങ്ങനെ നടക്കാനാ? എവിടെ തിരിഞ്ഞാലും ബ്രോക്കർമാരാ. ഒരുത്തന് മറ്റൊരുത്തനെ കാണത്തില്ലല്ലോ. ജോസേട്ടാ, ജോസേട്ടന്റെ സ്ഥലം കച്ചവടമാക്കി തരാൻ പറ്റിയൊരു പാർട്ടിയുണ്ട്. ആള് സ്വല്പം തരികടയാ. ജോസേട്ടൻ നോക്കിയും കണ്ടും ഡീൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അതാരാ അങ്ങനെ ഒരു കക്ഷി? സാബുവാ, കുമാർ സാബു. എടാവേ, ലക്ഷങ്ങളുടെ ഒരു രജിസ്ട്രേഷനിലാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പാർട്ടിയുമായിട്ട് നേരെ സ്പോട്ടിലോട്ട് പൊക്കോ. ഞാൻ അങ്ങോട്ട് വന്നേക്കാം.
പറയുന്നത് സാബു ആണ്, കുമാർ സാബു. മനസ്സിലായില്ലേ? ആ ഇത് ഞാൻ ശരിയാക്കി തരാം. ഈ ഏരിയയിൽ ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ കേസുണ്ടേ എന്നെ വിളിച്ചാൽ മതി. പോൾ ആലൂക്കാരൻ. ഞാൻ സാബു, കുമാർ സാബു. ശരി, ആയിക്കോട്ടെ. അവരെ കാണുന്നില്ലോ വിനീത. ഉടനെ വരുന്നാ പറഞ്ഞത്. ജോസേട്ടാ, സാബു ഒരു കാര്യം ഏറ്റതാ. തല പോയാലും അവനത് ചെയ്യും. അവസാനം നമ്മുടെ തല പോകാതിരുന്നാ മതി. അവന്റെ ഒരു കുട്ടി. അല്ല വിനീത, അവരെ കാണുന്നില്ല. ഉടനെ എത്താന്നാണോ പറഞ്ഞേ? ആ ജോസേട്ടാ, അത് അവരാണെന്ന് തോന്നുന്നല്ലോ. ആ സാബു പറഞ്ഞ കേസ്. ഈ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെടുന്നേ. അതെ, ഈ മേടയിൽ ജോസിന്റെ സ്ഥലം. ഞാനാ ജോസ്. എന്റെ പ്ലോട്ട് കൊടുക്കാനുള്ള ഇത് മൊത്തം. അങ്ങേറ്റം വരെ ഉണ്ട്. അതെ, നിങ്ങളാ സാബു പറഞ്ഞിട്ട് ഇതാ ജോസേട്ടാ ഞാൻ പറഞ്ഞ സാബു. ഞാൻ ജോസ്, മേടയിൽ ജോസ്. ഞാൻ സാബു, കുമാർ സാബു. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പരിചയപ്പെട്ടു. പരിചയപ്പെട്ടായിരുന്നോ? ഇതാ സ്ഥലം. എന്നാ പ്രോപ്പർട്ടി നമുക്ക് കാണാം. വന്നോളൂ. എന്റെ സാബു, കഴിഞ്ഞ ആഴ്ച 75 ഒരാൾ ഒന്ന് പറഞ്ഞതാ. ഞാൻ അത് കൊടുത്തില്ല. കാരണം എന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 50 കൊടുത്തേക്കാന്ന് പറഞ്ഞത്. ജോസേട്ടന് പ്രാരാബ്ദം ഉണ്ട്. 75 പറഞ്ഞവര് വന്ന് സാധനം കൊണ്ടുപോയോ? പോയില്ലല്ലോ. ഇല്ല. കച്ചവടം നടന്നില്ല. ഇത് കച്ചവടം നടക്കാൻ വേണ്ടിട്ടാ സാബു കൊണ്ടുവന്നേക്കുന്നേ. എന്നാ അവരോട് മേടിച്ചതാ. ഒരു 45 വെച്ചെങ്കിലും മേടിച്ചതാ. 75 രൂപ പറഞ്ഞ സ്ഥലം 50 രൂപയ്ക്കാണ് നമുക്ക് ടോക്കൺ കൊടുത്ത് ഉറപ്പിക്കാം. നടക്കുകയല്ല, ഇവിടെ മുഴുവൻ പാറയാ. ഈ പാറ പൊട്ടിച്ച് വരുമ്പോ നല്ല ചെലവാകും. 40 രൂപയിൽ കൂടി ഒരു ഇടപാടില്ല. എന്റെ പൊന്നെ, ഇത് ഒന്നാന്തരം പ്ലോട്ടാ. നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ലെന്നേ. ഇതിപ്പോ പറയുവാണ് ടോക്കൺ കൊടുത്ത് സംഭവം ഉറപ്പിച്ച് നമുക്ക് സാധനം കൈത്തരും. സാബു പറയുന്നത് കേക്ക്. ഞങ്ങൾ ഈ സ്ഥലം മുന്നേ പല പ്രാവശ്യം വന്ന് നോക്കിയതാ. നിങ്ങൾ എന്നെ ഈ പറയുന്നേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ കാര്യം നടക്കില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. 50 രൂപയ്ക്ക് നമുക്ക് തുറക്കും. ചുമ്മാ മോഹവില വെച്ച് സ്ഥലം വിൽക്കാൻ പറ്റില്ലല്ലോ. മോഹവലി അല്ല കൂട്ടാ, ഇത് ഒന്നാന്തരം സ്ഥലമാണേ. കണ്ണായ സ്ഥലമാ. നമുക്കിത് മറിച്ച് വിൽക്കാനുള്ളതല്ലേ. 40 റെഡി ക്യാഷാ സാബു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. വിലയെല്ലാം പറഞ്ഞ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വാ അച്ഛാ, ഇങ്ങോന്നേ. സംസാരിക്കട്ടെ. പറഞ്ഞ വിലക്കാണ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. വിലയെല്ലാം പറഞ്ഞ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 50 രൂപയ്ക്ക്. ഇല്ല, 55 കുറച്ച് ഞാൻ ഈ സ്ഥലം തരില്ല. ഇങ്ങോട്ട് വന്നേ. ശരി, 50 ശങ്കർ സിമന്റ് പറഞ്ഞ വില തരും. ഉറപ്പിച്ചിരിക്കുന്നു. അത് മാറ്റമില്ല. എന്നാ പിന്നെ ടോണിച്ചാ, ആ ടോക്കൺ അങ്ങ് കൊടുത്തേക്കാം അല്ലേ? എല്ലാം പറഞ്ഞ പോലെ. കാണാം. രജിസ്ട്രേഷൻ കാണാം. ആയിക്കോട്ടെ. എന്നാ വാ, നീ കയറാം. അതൊന്നും പേടിക്കണ്ടേ, സാബു എല്ലാം ശരിയാക്കിയോളൂ. ഇതെന്നാ പറ്റുന്നേ? ഒരല്പം താമസിച്ചു പോയി. എന്തായാലും എല്ലാം പറഞ്ഞ് സെറ്റപ്പ് ആക്കിയിരിക്കാണ്. രജിസ്ട്രാർ നമ്മളെ നോക്കിയിരിക്കാം. പെട്ടെന്ന് 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 വാ. നീ
നീ ഇവിടെ നിൽക്ക്, ഞാൻ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് പെട്ടെന്ന് വരാം. സാബു വാ. അച്ഛാ സാബുവിന്റെ കാര്യം മറക്കല്ലേ. അതൊക്കെ ഞാൻ തന്നോളാം, സാബു പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാൻ. ആ ഇരിക്കൂ. ഏതായാലും സാബുവിനെ കണ്ടത് നന്നായി. അതെ, അതെ. കാര്യങ്ങളൊക്കെ ശരിയായി. ഈ വിൽപ്പനയ്ക്കുള്ള സ്ഥലം സാബുവിനൊരു വീക്കെൻഡ്സ് ആച്ചാ. അതെ. അപ്പൊ പറഞ്ഞ പോലെ 25 ക്യാഷും 20 ചെക്കും. അത് മോന്റെ ഇഷ്ടം. അച്ഛാ പറഞ്ഞതുണ്ടോ എന്ന് നോക്കി. ശരിയല്ലേ? ദാ ചെക്ക്. ഓ ശരിയാ. അതെ, എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് സാബു ഇത് ഇരിക്കട്ടെ. സന്തോഷം. എന്നാ പിന്നെ അച്ഛാ ഞാനങ്ങോട്ട്. ശരി എന്നാല്. ഇത് വെച്ചു. ഇത് നിനക്ക് അവകാശപ്പെട്ട തുകയാ. ഹാപ്പിയല്ലേ? ഹാപ്പിയാന്ന് പറയടാ, ഹാപ്പിയാന്ന് പറയടാ. വാ ഇങ്ങോട്ട്. എന്നാ പിന്നെ നേരെ ബാറിലേക്ക് പോവാം. എന്റെ വിനീതേ, നീ ആ ചിട്ടി ഒന്ന് പിടിച്ച്, എന്നിട്ട് അമ്മയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചതാ. അലക്കി അമ്മയുടെ നടു ഒടിഞ്ഞു. ഈ ഓണത്തിന് എന്തായാലും അമ്മയ്ക്ക് ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരും. എന്നാ ശരി, ഓക്കേടാ, ഞാൻ പോട്ടെ. എന്നാ പിന്നെ നീ പോയിട്ട് വാ. ക്ഷമിക്കും മോളെ, അച്ഛന് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. വേണ്ടച്ച, ബാങ്കിലൊന്നെടുത്ത് അച്ഛന്റെ മോക്ക് പഠിക്കണ്ട. എനിക്ക് എന്റെ അച്ഛൻ മാത്രം മതി. ഒന്ന് മറിയിക്കണേ. എന്താണ് പ്രശ്നം? വിദ്യാഭ്യാസ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ബാങ്കുകാർ പറ്റിച്ച പണിയാ സാറേ. ആളിപ്പോ ചത്തുകളയെന്നാ പറയുന്നത്. അതെയോ? ഇതിപ്പോ കുരുവാകുന്നാ തോന്നുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത്. നിങ്ങളുടെ പ്രശ്നത്തിന് ഉടനൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തു പരിഹാരോ സാറേ? ഒരു പക്ഷേ ഞാൻ മരിച്ചാൽ ഇത് കണ്ടെങ്കിലും എന്റെ മോളെ പഠിപ്പിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമായിരിക്കും. ഇനി അത് മാത്രമേ ഉള്ളൂ ഈ പാവപ്പെട്ടവന്റെ മുമ്പിലുള്ള ഏക പോംവഴി. യെസ് സർ. സർ, സിറ്റുവേഷൻ അല്പം മോശമാണ്. അയാൾ മേളിലോട്ട് ആരെയും അടുപ്പിക്കുന്നില്ല. അതെ, ഫയർഫോഴ്സ് ഓൺ ദ വേ ആണ്. യെസ് സർ. അതേ മെമ്പറെ, മെമ്പർക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണ്. അയാളെ താഴെ ഇറക്കി ജനങ്ങളുടെ കൈയടി വാങ്ങാൻ നോക്ക്. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിഷ്കളങ്കയായ ഈ പെൺകുട്ടിയുടെയും ഈ അച്ഛന്റെയും ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരാരെങ്കിലും ആയിക്കോട്ടെ, പഴി പറയാനും കുറ്റം പറയാനുള്ള സമയമല്ല നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇവരെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ തുകകൾ നൽകി ഈ ജീവൻ രക്ഷാകർമ്മത്തിൽ പങ്കുചേരുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അച്ഛാ,
അച്ഛൻ ഫീസ് അടച്ചു മോളെ. മോൾ ഇനി ക്ലാസ്സിലേക്ക് ശരി ഇരിക്കൂ. അച്ഛാ. എത്ര നേരമായിടാ നിന്നെ ഞാൻ ട്രൈ ചെയ്തു. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നീങ്ങ വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താടാ, എന്താ കാര്യം? നിന്റെ അമ്മ റേഷൻ കടയിൽ വെച്ചൊന്ന് കുഴഞ്ഞു വീടും. ആലീസിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും? എന്റെ അമ്മയാ. നിങ്ങൾ മാത്രം അകത്തേക്ക് വാ. ഉടനെ ഒരു സർജറി, ദാറ്റ്സ് ഓൺലി സൊല്യൂഷൻ. സർജറി നമുക്ക് ഇന്ന് തന്നെ നടത്താം. ബട്ട് അതിനു മുൻപായി അഡ്വാൻസ് പേയ്മെന്റ് ആയി ഒരു 50,000 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യണം. ഈ 1,00,000 രൂപയുടെ യഥാർത്ഥ അവകാശി നിങ്ങളാണ്. Yes, here we announce the first winner of Chenepriyan Live reality show. ഓക്കേ, cut it. ഓക്കെ സാർ. സുരേഷ്. ഓക്കെ സാർ. അതെ, റിഹേഴ്സൽ ഓഡീഷനോ ഒന്നുമില്ലാതെ ലൈവായിട്ട് റിയാലിറ്റി ഷോ, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കണ്ടുണ്ടായിട്ടും കാണാതിരിക്കുന്നവരുടെ ഈ സൊസൈറ്റിയിൽ ഒരാളുടെയെങ്കിലും ഉൾക്കാഴ്ച തെളിയിക്കാൻ വിനീതിനെ പോലവർക്ക് സാധിക്കുമെന്ന തിരിച്ചറിവോടെ I am signing out. This is the first episode of Chenepriyan Live reality show. Goodbye.